ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവിടെയും ഗ്യാസിന്റെ ഷോർട്ടേജ് വളരെ കൂടുതലാണ്. നമുക്കത് അറിയാം, ഗ്യാസ് കിട്ടാനേ ഇല്ല. നമ്മൾക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് എഗ്ഗ് നമുക്ക് എയർ ഫ്രയറിൽ ബോയിൽ ചെയ്യാന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിന്റെ എയർ ഫ്രയർ ആണ്. ഫസ്റ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം എയർ ഫ്രയർ ഓൺ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം, നമ്മൾ ഇവിടെ 200°C ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു 4 minutes നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇതിന്റെ സൗണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് എയർ ഫ്രയറിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പൊ പ്രീ ഹീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എഗ്സ് അതിൽ വെക്കാം. അപ്പൊ ഞാനിവിടെ 2 മുട്ട എടുത്തിരിക്കുന്നത്, അത് രണ്ടും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. നമുക്ക് ടൈമും ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മളൊരു 150°C ആണ് ഇവിടെ വെക്കുന്നത്. അതുപോലെ തന്നെ 15 മിനിറ്റ് ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് നമ്മുടെ എഗ്ഗ് എടുത്തിട്ട് നോക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ എഗ്സ് ഒക്കെ 5 മിനിറ്റ് നമുക്ക് നല്ലൊരു തണുത്ത വെള്ളത്തിൽ ഇടാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇത് കറക്റ്റായിട്ട് എങ്ങനെ വന്നു എന്നുള്ളത്. ഇപ്പൊ മുട്ട നല്ല ബോയിലായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയുടെയും തൊലിയെല്ലാം കളഞ്ഞ് അത് വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് അത് എങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കാം. നമ്മളിപ്പോൾ മുട്ടയുടെ ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് മുട്ട. പിന്നെ ചെറിയൊരു സജഷൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ 15 മിനിറ്റാണ് ബോയിൽ ചെയ്തത്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഒരു 10 മിനിറ്റ്, നിങ്ങളൊരു 10 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 15 മിനിറ്റ് ചെയ്തതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അടിപൊളിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക.